ഇന്ന് ഞാൻ കുറച്ച് നേരം വൈകിട്ട് നിൽക്കാൻ. അപ്പോൾ എന്നാൽ ഞാൻ ഭക്ഷണം എന്ത് ചെയ്തു, സൗമ്യയുടെ അടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ അവൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫുഡ് അവിടെ നിന്നാണ്, കോളേജിലേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ നിന്നാണ്. അത് കഴിഞ്ഞിട്ട് ഞാനെൻ്റെ കാത് കുത്തിയിടോ, കാത് അടഞ്ഞിട്ടുണ്ടാകും, ഓട്ടം അടഞ്ഞിട്ടുണ്ടാകും. ഞാൻ കാത് കുത്തി എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു, ബട്ട് അത് ക്ലോസ് ആയിട്ടായിരുന്നു. പിന്നെ ഒന്നും കൂടി അതിൽ കൂടെ കുത്തി നല്ലതായിരുന്നു. അപ്പോൾ ഇന്നെന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഇപ്പോൾ RPF SIയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്കിന്ന് അപ്ലൈ ചെയ്യാൻ പോകണം. അപ്ലൈ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് അപ്ലൈ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ ഞാനിന്ന് എനിക്കധികം ഷോർട്ട് സർവീസ് കമ്മീഷൻ്റെ അധികം എക്സാംസിനെ പറ്റിയൊന്നും വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. ഞാൻ അതിരുന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് SSC CPO, അത് കോമൺ ആയിട്ട് കേൾക്കുന്നത്, SSC CGL, അതൊക്കെ കണ്ടത്. എനിക്ക് SSC CGLനെ പറ്റി അത്ര ധാരണയില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ നോക്കുകയായിരുന്നു. അപ്പോൾ എന്നാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്, അപ്ലിക്കേഷൻ എന്നാണ്, ഏതാണ് പോസ്റ്റ്, അതേപോലെ തന്നെ അതിൻ്റെ ക്രൈറ്റീരിയാസ്, എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ്, എക്സാം സിലബസ്, പാറ്റേൺ, അതൊക്കെ നോക്കിയായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ മെയിനായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എങ്ങനെയാണ് RPF SIക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യാനുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് ആദ്യം ക്ലാസ് ഉണ്ട്, കോളേജിൽ പോയി വന്നിട്ട് നമുക്കത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇനി കോളേജിൽ പോകാൻ പോവാണ്. ഇന്ന് പോയിട്ട് കുറേ റെക്കോർഡ് എഴുതി തീർക്കാണ്ട്. കാരണം C1 എക്സാം ആവാറായി നെക്സ്റ്റ് മന്ത്. അപ്പോൾ അതിന് മുന്നേ റെക്കോർഡ് സബ്മിറ്റ് ചെയ്യണം. കാരണം റെക്കോർഡ് ഇല്ലെങ്കിൽ ഞങ്ങൾ ലാബിൽ കയറ്റില്ല, കാരണം ലാബ് എക്സാം ഉണ്ട്. സോ അപ്പോൾ അതൊക്കെയാണെന്ന്. അപ്പോൾ നമുക്ക് പോയാലോ. അപ്പോൾ നമുക്ക് കോളേജിൽ പോയിട്ട് കാണാം. ബൈ. അപ്പോൾ ഇങ്ങനെ ഇന്ന് ഞാൻ SSC CGL ആൻഡ് SSC CPOക്കൊക്കെ എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ലാപ്പിന് ചെറിയൊരു പ്രശ്നം കാരണം എനിക്ക് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല, ഞാനത് ചെയ്തിട്ടില്ല. അപ്പം ഞാനത് വഴി ഇടുന്നതായിരിക്കും, എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നതായിരിക്കും. ഞാനും അത്ര വലിയ എക്സ്പേർട്ടൊന്നുമല്ല, ഞാനും ആദ്യമായിട്ടാണ് നോക്കുന്നത് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഒപ്പം ചെയ്യാമല്ലോ അങ്ങനെ. അപ്പോൾ ഇന്നെന്താണെന്ന് വെച്ചാൽ, കുറേ ദിവസമായി ഞങ്ങളുടെ ഒരു ഫ്രണ്ട്, അവൻ ശബരിമല പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശബരിമല പോണത് അവനാണെങ്കിലും അതിൻ്റെ പ്രസാദത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തത് ഞങ്ങളായിരുന്നു. അപ്പോൾ അത് അവനോട് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവനോട് പറഞ്ഞു ഒരു ബോട്ടിൽ, ഒരു ബോക്സ് വേണമെന്ന് പറഞ്ഞപ്പോൾ അവൻ കൊടുക്കുന്ന ബോക്സാണ് കാണുന്നത് കേട്ടോ. അറ്റ്ലീസ്റ്റ് അവനത് കൊടുത്തു. ഓക്കെ, അപ്പോൾ അത് ഇട്ടായിരിക്കുമായിരുന്നു, ഞങ്ങൾ അത് കഴിക്കുമായിരുന്നു. പ്രവീണല്ല പോയത്, പക്ഷെ അവൻ്റെ കാട്ടിക്കൂട്ടിലുണ്ട്, ഞാൻ അവനെ പോയെന്ന് തോന്നുന്നു, അവരല്ല പോയത്. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെന്താ കഴിച്ചാൽ, പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾ ഇപ്പോൾ മുതൽ ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ക്രിക്കറ്റ്, പിന്നെ നമ്മുടെ ഏറുംപന്തില്ലേ, അതിന് ഇവരെന്താ പറയുക വെച്ചാൽ രാമ ഭീമ സേവ, അങ്ങനെ സീമ സംതിങ് ലൈക്ക് ദാറ്റ്, അങ്ങനെ എന്തോ പറയാം. നമ്മളവിടെ പറയാം എറുമ്പന്ത് കളിക്കില്ലേ, അത് പക്ഷേ ചെറിയൊരു സ്പോഞ്ച് വെച്ചിട്ടാണ് കളിക്കുന്നത്. ഞങ്ങൾ ചെറിയൊരു സോഫ്റ്റ് ബോൾ, സ്മൈലി ബോളില്ലേ, അത് വെച്ചിട്ടാണ് കളിക്കുന്നത് കേട്ടോ. അങ്ങനെ അത് കളിച്ചു. പിന്നെ വെയിറ്റ് നോക്കിയത് ഞാൻ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നടക്കാൻ പോകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വെയിറ്റ് കുറയ്ക്കണ്ടേ അതിൻ്റെ. ഞാൻ 64 കിലോനായിരുന്നു, ഇപ്പോൾ അത് 61, 62 എത്തിയിട്ടുണ്ട്. അത്ര വല്ലാത്ത കുറവൊന്നുമല്ല, എന്നാലും കുറച്ച് കുറയ്ക്കണമല്ലോ. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ, എനിക്ക് തോന്നിയൊരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ 3 നേരം ഭക്ഷണം കഴിക്കുന്നുണ്ട്. പക്ഷെ കുറച്ച് കഴിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഞാൻ എത്രത്തോളം ഭക്ഷണം കഴിക്കുന്നുണ്ട്. എത്രത്തോളം ഭക്ഷണം ഞാൻ കഴിച്ചത് അതിനനുസരിച്ച് ഞാൻ നടക്കുന്നുണ്ട്.
1 hour ഞാൻ വാക്ക് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ കുറച്ച് എക്സസൈസും ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എക്സസൈസ് ആണ് മെയിനായിട്ട്. നിങ്ങൾ ഭക്ഷണം കഴിക്കും, പക്ഷേ അതിനോടൊപ്പം കുറച്ച് എക്സസൈസ് ചെയ്യാം. 3 നേരം ഞാൻ പട്ടിണി കിടന്നു കഴിഞ്ഞാൽ തടി കുറയ്ക്കുന്നു പറഞ്ഞിട്ടൊന്നും നടക്കണ കാര്യമില്ല. ഞാൻ ഒരു വട്ടം ചെയ്തു. അതെന്താ വെച്ചാൽ ഞാൻ പെട്ടെന്ന് എന്താണ് വെയിറ്റ് കൂടി വന്നപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കി. അപ്പം ഞാൻ ആലോചിച്ചു, ഓക്കെ ഞാൻ ഇന്ന് മുതൽ പട്ടിണി എടുക്കാൻ പോവാണ്. ഞാനിങ്ങനെ കുറച്ച് ദിവസത്തെ ഞാൻ പട്ടിണി കിടന്നിട്ട് ഞാൻ ഒന്നും ചെയ്യില്ല, ഒന്നും കഴിക്കില്ല, നോക്കാം എത്രത്തോളം തന്നെ. പക്ഷേ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ കുടൽ ചുരുങ്ങാൻ തുടങ്ങും, ആമാശയം ചുരുങ്ങാൻ തുടങ്ങും. അതൊക്കെ ഭയങ്കര ഹെൽത്ത് ഇഷ്യൂസാണ്. അപ്പോൾ അതൊന്നും ചെയ്യണ്ട. ഇപ്പം മുതൽ എനിക്ക് ഭയങ്കര ശ്വാസമൊന്നും കിട്ടില്ല, ബ്രീത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്തെങ്കിലും കളിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ. ഇപ്പം ഞാൻ അവരോടൊപ്പം കളിക്കുന്നുണ്ട്. ഞങ്ങളുടെ ക്ലാസ്സിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ആകെ 2 ഗേൾസുള്ളൂ, ബാക്കിയാരും അങ്ങനെ വരില്ല. അപ്പോൾ ഞാനും പിന്നെ അവളും, പിന്നെ ഞങ്ങളുടെ സീനിയേഴ്സും, പിന്നെ ഞങ്ങളുടെ ക്ലാസ്മേറ്റ്സും അങ്ങനെയുള്ളത്. അപ്പം അവർക്കും ഞങ്ങളെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ 2 ഗേൾസ് മാത്രമേ ഉള്ളൂ. പക്ഷേ അവരെന്ത് കളി കളിച്ചാലും ഞങ്ങളെ കൂട്ടും, ഞങ്ങളോട് വരും മറ്റേ രാമാഭിമ കളിക്കാൻ വായോ, ക്രിക്കറ്റ് കളിക്കാൻ വായോ. ഈവൻ ലെക്ചേഴ്സ് ഓൾസോ ഇറ്റ്സ് ലൈക്ക് യുനോ അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. കാരണം അവരും നമ്മൾ നാട്ടിലൊക്കെ കളിക്കണ പോലെ അങ്ങനെ കളിക്കുക. അവർ എന്ന് വെച്ചാൽ ഞങ്ങളെ കാണുന്നത് ഭയങ്കര ഒരു സിസ്റ്റേഴ്സ് പോലെ കണ്ട് ഞങ്ങളെ വായോ കളിക്കാം. അതേപോലെ തന്നെ അവരെന്തെങ്കിലും കഴിക്കുകയാണെങ്കിലും ഞങ്ങൾക്ക് കൊടുന്നേരിക, അങ്ങനെയാണ്. ഭയങ്കര നല്ലൊരു ബോണ്ടാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. അപ്പോൾ അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ വെയിറ്റ് നോക്കിയത്. അപ്പോൾ 61 kg 62 kg ആയിട്ടുണ്ട്. ഇനിയും ഹോപ്സോ നന്നായി കുറയ്ക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. നടക്കാൻ പോകുന്നുണ്ട്. അപ്പം ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ കഴിഞ്ഞു. പക്ഷേ അപ്ലൈ ചെയ്യേണ്ടത് ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ സിലബസ് എന്നുള്ളത് ഞാൻ പിന്നെ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. എൻ്റെ ലാപ്ടോപ്പ് ചെറിയൊരു പണി തന്നു, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ പിന്നെ എടുത്തതായിരിക്കും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, എല്ലാവരും അത് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ബൈ ബൈ.